ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണ്, അയിരൂരുള്ള വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടെ എത്തിയതിനു ശേഷമുള്ള ഒരു ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ന് ചെറുതായൊരു ചെമ്മീൻ ബിരിയാണി വെക്കാമെന്ന് കരുതിയിട്ടാണ്. വീട്ടിലാണെങ്കിൽ ഞാനും ഉമ്മ മാത്രമേ ഉള്ളൂ. ബാബി, ഇക്ക, ഉപ്പ അങ്ങനെ എല്ലാവരും വർക്കിന് പോയിക്കണം. പിന്നെ ഇതാ എൻ്റെ ആ ഒരു വിൻഡോയുടെ സൈഡിൽ കാണുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ചെറിയ റേറ്റിന് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മേടിച്ച് നോക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ഇതോ രാവിലെ എണീറ്റ പാടെ ഞാൻ കണ്ട കാഴ്ചതാണ് ചക്ക വെട്ടി കൊടുക്കുന്ന ഉപ്പ. അങ്ങനെ ഇതാ ഉപ്പ ചക്ക വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിരുന്നിട്ട് പറിച്ച് കഴിക്കാൻ കരുതി. ഇവിടെ നല്ല ചക്കയാണ് കേട്ടോ, ഇവിടുത്തെ നല്ല മധുരമുള്ള ചക്കയാണ്. പിന്നെ ഇതാ ഈ കാണുന്ന പൂച്ചകളൊക്കെ നമ്മളെ സ്ഥിരം ആൾക്കാരാണ്, ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് കൂടാതെ ഒരു വെള്ളപ്പൂച്ച കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ വീട്ടിലുള്ള ആളെ പോലെ തന്നെയാണ്. അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഞാനത് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതാ മാങ്ങ ചാമ്പക്ക സീസൺ ആയതുകൊണ്ട് അതൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായ ചാമ്പക്കം കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പണിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവോള, തക്കാളിയും ഒക്കെ കട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇതാ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ ചെമ്മീനും റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ്. അത് ഉമ്മ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി തന്നിട്ടോ. അപ്പോൾ ഞാനതിൽ മസാല ഒക്കെ പുരട്ടി വെച്ചു. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ ഇതാ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്മീൻ സൈഡിൽ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചോറ് ഞാനിതാ റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ പണിക്ക് ശേഷം മസാല ഒക്കെ റെഡിയായി. പിന്നെ ദമ്മിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു. വേറെ ഒന്നുമല്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരും വെയിറ്റ് ചെയ്യണമെന്നൊന്നും നിന്നില്ല. ചമ്മന്തിയും അച്ചാറും ചേർത്തിട്ട് ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ്. പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് കരുതി റൂമിൽ കയറി. അങ്ങനെ എന്താ കുറച്ച് നേരത്തെ ഉറക്കത്തിന് ശേഷം ഞാനും കൂടിയിട്ട് ചായ കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പലഹാരം കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബിരിയാണിയൊക്കെ കഴിച്ച മത്തിലായതുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോഴത്തേക്കും എൻ്റെ ബ്രദർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടക്കും. അതുപോലെ തറവാട് തൊട്ട ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോകട്ടെ. അപ്പോൾ ഇത് നമ്മൾ പുതിയ ഇലക്ട്രിക്കിൻ്റെ വണ്ടി ഒന്ന് വാങ്ങിച്ചതാണ്. അതാണെങ്കിൽ ചാർജിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ പറമ്പിലുള്ള നമ്മളെ ചാമ്പക്കയും അതുപോലെ മാങ്ങ ഒക്കെ കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മളിവിടെ ഇങ്ങനെ നമുക്ക് പുറത്തിരിക്കാനുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇവിടെ കുറച്ച് കോഴികളുണ്ട്. അതാ കണ്ട പറമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ചാമ്പക്ക മരം കേട്ടോ. ഇതിൽ ഇപ്രാവശ്യം നന്നായിട്ട് ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട്. നല്ല ചോത്ത ചാമ്പക്കയാണ്. ഭയങ്കര മധുരമുള്ളതല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ചാമ്പയാണ് കേട്ടോ അത്. പിന്നെ ഇതാ ഈ കാണുന്നത് ബാബി വളർത്തുന്ന ഗപ്പികളാണ് കേട്ടോ. ഇതിൽ കുറേ അത്യാവശ്യം ഗപ്പികളുണ്ട്. അപ്പോൾ ഇത് ലീക്കേജ് വന്നപ്പോൾ അടിയിൽ ജസ്റ്റ് ഒരു ഷീറ്റ് വിരിച്ചു കൊടുത്തതാണ് കേട്ടോ. അതൊക്കെ ഫുള്ള് മറിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ അതും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. പിന്നെ ഇതാ ഇവിടുത്തെ ആപ്പിൾ ചാമ്പയാണ് കേട്ടത്. ഇതിപ്രാവശ്യം എന്തോ ഫുള്ള് കൊഴിഞ്ഞ് വീഴുകയാണ്. നല്ലപോലെ അങ്ങോട്ട് വളരുന്നില്ല. ശരിക്കും ഭയങ്കര ടേസ്റ്റുള്ള ചാമ്പക്കയാണ്. പിന്നെ ഇതായി കാണുന്നതാണ് നമ്മളെ കോഴിക്കൂട്. ഷെഡിനുള്ളിൽ 2 കോഴിക്കൂടായിട്ട് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കോഴികൾ 10-15 കോഴികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്.
അങ്ങനെ അതും ഉണ്ട്. പിന്നെ ഇതാ ഈ സൈഡിലൊക്കെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാങ്ങാമരം, അതുപോലെ ചക്ക കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാബി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഡ്യൂട്ടിക്ക് പോണത് കേട്ടോ. അപ്പോൾ കുറച്ചൊരു 5:30 ഒക്കെ ആകുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത്. അപ്പോൾ വൈകുന്നേരം ആയാലും ഉപ്പ കുറച്ച് നേരത്തേക്കും വീട്ടിലേക്ക് വരലുണ്ട്. അങ്ങനെ ഉപ്പ അവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ഉമ്മയാണെങ്കിൽ നേരെ തറവാട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട്. അത് നമ്മളെ തൊട്ട ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളെ തറവാടുള്ളത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അവിടെ നമ്മുടെ അമ്മായി അവരെ മരകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ തറവാടിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷമ്മ ആണെങ്കിൽ, ഷമ്മ എന്ന് വെച്ചാൽ എൻ്റെ മൂത്തമ്മയാണ്, അവരെന്തോ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടിയിലാക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാൻ അകത്ത് കയറി ചെറുതായ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ വൈകുന്നേരം ഇവിടെയൊക്കെ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നേരെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോകും. ചില ദിവസങ്ങളിൽ ഷമ്മ നമ്മളെ വീട്ടിലേക്കും വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ.